എമ്പുരാനെതിരെ വീണ്ടും മതസ്പർദ്ധ വളർത്തുന്ന ലേഖനവുമായി ഓർഗനൈസർ. സിനിമയിൽ ക്രിസ്ത്യൻ വിരുദ്ധത എന്ന വിചിത്രവാദവുമായി ഓർഗനൈസർ. ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും തെറ്റായി ചിത്രീകരിക്കുന്നുവെന്നും ഓർഗനൈസർ പറയുന്നു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷാണ് ചേർന്നത്. സ്വാതി, കൃത്യമായ ഒരു ഭീതി ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയതിന് പിന്നാലെ ഗുജറാത്ത് കലാപവും ഗോത്ര കലാപവും ഏത് രീതിയിൽ തിരിച്ചടിയാകുമെന്ന് RSS തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ സംഭവങ്ങൾ ഉണ്ടായി കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോഴും അത് വിളപ്പിച്ചു വെക്കുന്ന ഒരു ഭയത്തിൻ്റെ മുകുളങ്ങൾ അത് ബാധിക്കാൻ പോകുന്നത് തങ്ങളെയാണ് എന്ന തിരിച്ചറിവാണ് RSSന് ഓർഗനൈസർക്ക് ഈ മുഖപത്രത്തിലൂടെ ഈ ലേഖനങ്ങളിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത്. ഏറ്റവും ഒടുവിലായി അതിലൊരു കമ്മ്യൂണൽ കണ്ടന്റ് കൂടി ആഡ് ചെയ്തിരിക്കുന്നു. ക്രിസ്ത്യൻ മതവിഭാഗത്തെ ഈ സിനിമയിൽ പരാമർശിക്കുന്നില്ല, എന്തുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗക്കാരും ഇതിനെ എതിർക്കുന്നില്ല എന്ന തരത്തിലേക്ക് ഒരു കമ്മ്യൂണൽ കണ്ടന്റ് കൂടി ആഡ് ചെയ്യുകയാണ് ഓർഗനൈസർ ഏറ്റവും ഒടുവിലായി. തീർച്ചയായും ഒടുങ്ങി ഓർഗനൈസറിന്റെ വീണ്ടും ഇപ്പോൾ 4ാം തവണയാണ് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വർഗീയ പ്രചാരണം ഓർഗനൈസർ RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എന്നാൽ ഈ പതിപ്പിൽ ഇറങ്ങിയിട്ടുള്ള വാദം അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിരുദ്ധത ഈ സിനിമയിലുണ്ട്, ക്രിസ്ത്യൻ വിരുദ്ധത അടങ്ങിയതാണ് ഈ സിനിമ എന്നുള്ള ഒരു ആരോപണമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്ത്യൻ വിശ്വാസികളെയും മൂല്യങ്ങളെയും ഇത് തെറ്റായാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ചും അതിനകത്തെ കഥാപാത്രങ്ങൾ പറയുന്ന ചില ഡയലോഗുകളുടെ പശ്ചാത്തലത്തിൽ കൂടി അതിനെ മറ്റ് ക്രിസ്ത്യൻ ബന്ധമുള്ളതായി മാറ്റുന്ന തരത്തിലേക്കാണ് അതിനെ ആഖ്യാനം നൽകിയിട്ടുള്ളത്. ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ ദൈവം ഒരു കറുത്ത ദൂതനെ അയക്കുന്നു. ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ദൈവപുത്രൻ മറ്റാരുമല്ല, യേശു ക്രിസ്തുവാണെന്നും ദൈവം അയച്ചതായി കരുതപ്പെടുന്ന ഈ കറുത്ത മാലാഖ ആരാണെന്ന ചോദ്യം കൂടി ഓർഗനൈസർ ലേഖനത്തിലൂടെ മുന്നോട്ട് വെക്കുകയാണ്. ഈ രംഗം ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ രംഗം പശ്ചാത്തലമാക്കിയിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ പള്ളിയെയാണ്. ക്രിസ്തു മതത്തിന്റെ സത്തയെ വളച്ചൊടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സിനിമ പുറത്തു വന്നിട്ടുള്ളത് എന്ന ആരോപണവും വിചിത്രവാദവുമായി വീണ്ടും വരുന്നു. ഒരു വർഗീയ കലാപം അല്ലെങ്കിൽ ഒരു വർഗീയത രൂക്ഷമായിക്കൊണ്ട് ഈ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഓർഗനൈസറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, ഈ ദൈവപുത്രന്റെ പാപനിമിത്തം ദൈവം അവനെ ഉയർത്തിച്ചു എന്ന് ലൂസിഫർ തന്നെ പ്രഖ്യാപിക്കുകയാണെന്നും ഈ ദൈവപുത്രനെ പ്രതിരോധിക്കാൻ വേണ്ടി ലൂസിഫർ പുനരുജ്ജീവിക്കപ്പെട്ടാൽ അത് ദൈവം ശക്തിയില്ലാത്തതെന്ന് കാണിക്കുന്നു. അത്തരത്തിലല്ലേ ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ കാര്യങ്ങളെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ള വിചിത്രമായ വാദത്തിലേക്ക് ഇപ്പോൾ ഓർഗനൈസർ പോകുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഖുറാനെ കുറിച്ചോ അല്ലാഹുവിനെ കുറിച്ചോ പ്രവാചകനെ കുറിച്ചോ ഇങ്ങനെ ഒരു കഥ കെട്ടിച്ചമയ്ക്കാൻ എന്തുകൊണ്ട് ഈ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഈ അണിയറ പ്രവർത്തകർ തയ്യാറായില്ല, എഴുത്തുകാരൻ തയ്യാറായില്ല എന്നുള്ള ആരോപണം കൂടി ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തന്നെ ഇപ്പോൾ പ്രവാചകനെ പറ്റിയോ ഖുറാനെ പറ്റിയോ പരാമർശിച്ചിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ കാതടപ്പിക്കുന്ന കോലാഹലം ഉണ്ടാകില്ലേ എന്നുകൂടി ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമൂഹം ഈ വിഷയത്തോട് പ്രതികരിക്കണം, അവർ പ്രതികരിക്കാത്തതിൽ വലിയ അമ്പരപ്പ് തോന്നുന്നു എന്ന തരത്തിലാണ് ലേഖനത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ചിത്രത്തിന്റെ ഭാഗമായി ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗത്ത് ഇറാഖിലെ ഒരു ക്രിസ്ത്യൻ പട്ടണത്തെയാണ് കാണിക്കുന്നത്. അത് കരഘോഷിനെയാണ് കാണിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദത്തിന് കീഴിലുള്ള ഒരു ക്രിസ്ത്യൻ കഷ്ടപ്പാടുകളുടെ പ്രതീകമായി തന്നെ ഒരു നഗരത്തിലെ ഒരു പള്ളിയെ എന്തിന് തെരഞ്ഞെടുത്തു എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഈ ലേഖനത്തിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായും വർഗീയ അജണ്ട അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് പിന്നാലെ വർഗീയത കത്തിപ്പടർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ അത്തരത്തിലുള്ള വിദ്വേഷം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായൊരു ശ്രമം ഓർഗനൈസറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ ലേഖനത്തിൽ നിന്നും വ്യക്തമാണ്. വിനിഷ. ശരി, സ്വാതിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എക്കാലത്തും RSSന്റെ നിലപാടാണത്. മതങ്ങളെ ഭിന്നിപ്പിക്കാനായി അവരുടെ ഓരോ കാര്യങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു വിദ്വേഷം മതങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുക എന്നത് RSS നിലപാടാണ്. അതൊരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഈ എമ്പുരാൻ എന്ന സിനിമയിൽ വളരെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുമ്പോൾ ഓർഗനൈസർ 4ാം പതിപ്പിലും. മതസ്പർദ്ധ വളർത്താനുള്ള കണ്ടന്റാണ് ഏറ്റവും ഒടുവിലെ 4ാം പതിപ്പിൽ ഈ ഓർഗനൈസർ പുറത്തേക്ക് വിടുന്നത്. സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.